ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അതായത് മൗലികാവകാശങ്ങൾ എന്നുള്ള ഈ ഒരു ആശയത്തിനെ 1895 ഇന്ത്യൻ ഭരണഘടനാ ബില്ലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല 1928 നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സമയത്തും ഈ ഒരു അവകാശത്തിനെ കുറിച്ചിട്ട് അവർ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇന്ത്യക്കാരുടെ മൈൻഡിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ആശയത്തെ അല്ലെങ്കിൽ ഈ ഒരു ആവശ്യകതയെ നേരത്തെ തന്നെ അവരുടെ മൈൻഡിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ അവകാശങ്ങളൊക്കെ പോലെ ഉള്ള അവകാശങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അവകാശങ്ങളെ പോലെ കാലക്രമേണ നൽകാവുന്ന അവകാശങ്ങളൊക്കെ എങ്ങനെ വേർതിരിക്കുക എന്നുള്ളതായിരുന്നു അവർ ഫസ്റ്റ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ഈ ഒരു ഇഷ്യൂയുടെ പരിഹാരമായിക്കൊണ്ട് നമ്മൾ ഐറിഷ് ഭരണഘടനയുടെ ആശയത്തിൽ നിന്ന് കടമെടുത്തതാണ് ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം. അങ്ങനെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അവകാശങ്ങൾ സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളായിട്ടാണ് എൻകോഡ് ചെയ്തിട്ടുള്ളത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഇതേപോലെ തന്നെ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഇവയൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ഓരോ ഭാഗങ്ങളാണ്. അവ സംസ്ഥാനങ്ങൾക്ക് പൗരന്മാരോടുള്ള ഒരു അടിസ്ഥാന കടമകളും പൗരന്മാർക്ക് സംസ്ഥാനത്തോടുള്ള ഒരു അടിസ്ഥാന കടമകളും അവകാശങ്ങളൊക്കെയാണ് ഇതിനകത്ത് നിർദ്ദേശിക്കുന്നത്. 1949 ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഭരണഘടനയുടെ സുപ്രധാന ഘടകങ്ങളായിട്ടാണ് ഈ ഒരു വകുപ്പുകൾ കണക്കാക്കുന്നത് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ 3rd പാർട്ടിലാണ് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. കൂടാതെ വംശം, ജനനസ്ഥലം, മതം, ജാതി, ലിംഗഭേദങ്ങൾ, തൊഴിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവസര സമത്വം എന്നിവയൊക്കെ കണക്കിലെടുക്കാതെയാണ് അവ പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. പ്രത്യേക നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് കോടതികൾക്ക് അവ നടപ്പിലാക്കാനും കഴിയും. എന്നാൽ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, സംസ്ഥാന നയത്തിന് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഗവൺമെന്റിന്റെ നിയമങ്ങൾ രൂപീകരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. ഭരണഘടനയുടെ 4ാം ഭാഗത്തിലാണ് ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. ഈ ഒരു വ്യവസ്ഥകൾ കോടതികൾക്ക് നടപ്പിലാക്കാൻ കഴിയില്ല. എന്നാൽ അവ അടിസ്ഥാനമാക്കിയിട്ടുള്ള തത്വങ്ങളൊക്കെ ഭരണത്തിനുള്ള അടിസ്ഥാന നിർദ്ദേശങ്ങളായിക്കൊണ്ടാണ് നമ്മൾ കണക്കാക്കാൻ പറ്റുന്നത്. ഏതൊരു നിയമങ്ങളും രൂപീകരിക്കുന്നതിനൊക്കെ നിയമങ്ങൾ പാസ്സാക്കുന്നതിനും സംസ്ഥാനം പ്രയോഗിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അതായത് ഇത് രാജ്യത്തിൻ്റെ ഒരു നിയമമായിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. ജനങ്ങളുടെ ഭൗതികവും ധാർമ്മികവും ആത്മീയവുമായിട്ടുള്ള വികസനത്തിന് അടിസ്ഥാനവും അനിവാര്യമായിട്ടുള്ള നിയമങ്ങളൊക്കെ എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഒരു മൗലിക എന്നുള്ള ആ ഒരു അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ എന്നുള്ള ആ ഒരു ടേമിൽ അവർ കൊടുത്തിട്ടുള്ളത്. രാഷ്ട്രീയ ജനാധിപത്യത്തിൻ്റെ ആശയങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു അവകാശങ്ങളിലൂടെ രാജ്യത്ത് ഒരു സ്വച്ഛാധിപത്യ ഭരണം സ്ഥാപിക്കുന്നത് തടയുകയും പൗരന്മാരുടെയൊക്കെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒക്കെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. മൗലികാവകാശങ്ങൾ പ്രധാനമായിട്ടും 6 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഉൾപ്പെടുത്തുന്നത്. 1978 44ാം ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ നിന്ന് സ്വത്തവകാശം എന്ന് പറയുന്ന ഒരു അവകാശത്തെ നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. സമൂഹത്തിലുള്ള എല്ലാ അംഗങ്ങളുടെയും തുല്യതയെ അടിസ്ഥാനമാക്കിയിട്ടാണ് വ്യക്തി സ്വാതന്ത്ര്യവും ജനാധിപത്യ തത്വങ്ങളൊക്കെ സംരക്ഷിക്കുക എന്നതിലാണ് മൗലികാവകാശങ്ങളുടെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. അതായത് മൗലികാവകാശങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലുള്ള എല്ലാ അംഗങ്ങളുടെയും തുല്യതയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യം, ജനാധിപത്യ തത്വങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് മൗലികാവകാശങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, നിയമസഭയുടെ ഉത്തരവാദിത്വം മൗലികാവകാശങ്ങൾ നൽകുക മാത്രമല്ല അതിലുപരി അവയെ സംരക്ഷിക്കുക കൂടിയാണെന്നാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്.
ആർട്ടിക്കിൾ 13 പ്രകാരം നിയമനിർമ്മാണ സഭയുടെയും എക്സിക്യൂട്ടീവിൻ്റെയും അധികാരത്തിലൊക്കെ അവ ഒരു പരിമിതികളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ തന്നെ ഈ അവകാശങ്ങളുടെ ഏതെങ്കിലും ഒന്ന് ലംഘനം ഉണ്ടായാൽ അത്തരം നിയമനിർമ്മാണ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് നടപടി ഭരണഘടനാ വിരുദ്ധവും അസാധുവാണെന്ന് പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ സുപ്രീം കോടതിക്കും സംസ്ഥാനത്തിലെ ഹൈക്കോടതികൾക്കും അവകാശമുണ്ട്. ഈ അവകാശങ്ങൾക്ക് പ്രധാനമായിട്ടും സംസ്ഥാനത്തിനെതിരെ നടപ്പിലാക്കാൻ കഴിയും. ആർട്ടിക്കിൾ 12 അടങ്ങിയിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഫെഡറൽ സംസ്ഥാന സർക്കാരുകളുടെ നിയമനിർമ്മാണ എക്സിക്യൂട്ടീവ് വിഭാഗങ്ങൾ മാത്രമല്ല, പൊതുപ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതോ സർക്കാർ സ്വഭാവമുള്ളതോ ആയിട്ടുള്ള മറ്റ് ഏജൻസികളും സ്ഥാപനങ്ങളും ഒക്കെ പ്രാദേശിക ഭരണ അധികാരികളും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. എന്നാലും ആർട്ടിക്കിൾ 15, 17, 18, 23, 24 പോലുള്ള ചില അവകാശങ്ങളൊക്കെ സ്വകാര്യ വ്യക്തികൾക്കെതിരെയും ലഭ്യമായിട്ടാണ് ഉള്ളത്. ഇപ്പം നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, സമത്വത്തിനുള്ള അവകാശമാണ് ആദ്യം പറയുന്നത്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് ഇതിൽ ഉൾപ്പെടുന്നത് കേട്ടോ. ആർട്ടിക്കിൾ 14 പറയുന്നത് നിയമത്തിന് മുന്നിൽ തുല്യതയും നിയമത്തിൻ്റെ തുല്യ പരിരക്ഷയും ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്.